ഹായ് ഹലോ ഹൈസ് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 34th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗിനും ആപ്സിനുമാണ്. ഫസ്റ്റ് വർക്കൗട്ട് ലെഗിനാണ്. ലെഗിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് സ്മിത്ത് മിഷൻ ബാർബൽ സ്ക്വാഡാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അടിക്കുക. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ അടിക്കുക. അത് കഴിഞ്ഞ് ഉള്ളത് ലെഗ് എക്സ്റ്റൻഷനാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അത് കഴിഞ്ഞുള്ളത് മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗ് പ്രസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ അടിക്കുക. ക്ലോസ് ടു ഫെയിലിയർ അടിക്കുക. മാക്സിമം ലെഗിന് പമ്പ് കിട്ടുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. കോൺസെൻട്രേറ്റ് ചെയ്യുക ലെഗിൽ. നാലാമത്തെ വർക്കൗട്ട് ബാർബൽ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. ലെഗ് പ്രസ് വെയിറ്റ് കൂട്ടി നല്ല രീതിയിൽ വെയിറ്റിലോട്ട് വരിക. ക്ലോസ് ടു ഫെയിലിയർ അബോവ് 100 to 150 അത്രയും വെയിറ്റിലോട്ടൊക്കെ പോവുക. സ്റ്റാർട്ടിങ് എപ്പോഴും ലോവർ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നാലാമത്തെ വർക്കൗട്ട് ബാർബൽ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ആണ്. ഫസ്റ്റത്തെ സെറ്റ് വെയിറ്റ് കുറച്ച് ചെയ്യുക. പ്രോപ്പർ ഫോമിൽ ചെയ്യുക. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റുകളിലോട്ട് പോവുക. ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് അഞ്ചാമത്തെ ലെഗുകളാണ്. 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ്. മാക്സിമം ബാക്കിലെ ലെഗിനെ മസിൽസിന് ഇൻവോൾവ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് സ്റ്റാൻഡപ്പ് കാഫ് റേസ് ആണ്. അതാണ് ലാസ്റ്റ് വർക്കൗട്ട്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. മാക്സിമം പമ്പ് കൊടുക്കുക. അത് കഴിഞ്ഞ് ആപ്സിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹാങ്ങിങ് സ്ട്രേറ്റ് ലെഗ് ഹിപ്പ് റൈസ് ആണ്. അതാണ് ഫസ്റ്റ് വർക്കൗട്ട്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ. രണ്ടാമത്തെ വർക്കൗട്ട് നീലിംഗ് കേബിൾ ക്രഞ്ച് ആണ്. അതും നല്ല രീതിയിൽ ചെയ്യുക. മാക്സിമം 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ മാക്സിമം പമ്പ് കിട്ടും. അവിടെ നല്ല രീതിയിലുള്ള പെയിനോടെ ഫീൽ ചെയ്യും. അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടായിരുന്നു ആപ്സ് നീലിംഗ് കേബിൾ ക്രഞ്ച് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞ് അത് 4 സെറ്റ് ചെയ്യുക. 10 മുതൽ 15 റെപ്പറ്റീഷൻ മിനിമം ചെയ്യുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ടാണ്. വെയിറ്റ് ഡിക്ലൈൻ സിറ്റപ്പാണ് ചെയ്യേണ്ടത്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. സ്ലോലി നീൽ കേബിൾ ക്രഞ്ച് സ്ലോലി കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെയാണ് വെയിറ്റ് ഡിക്ലൈൻ സിറ്റപ്പാണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് പ്രോഗ്രാം ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. മാക്സിമം എൻഗേജ് ചെയ്ത് ചെയ്യുക. നല്ല രീതിയിൽ ബേൺ ചെയ്യാനുള്ളതാണ്. സ്മോക്കിനാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്സിനാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡിക്ലൈൻ ബെൻഡ് ലെഗ് റിവേഴ്സ് ക്രഞ്ചാണ്. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ റഷ്യൻ ഡിസ് വിത്ത് വെയിറ്റ് ആണ്. മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ അടിക്കുക. മാക്സിമം റെപ്പറ്റീഷനിലോട്ട് പോവുക. 4 സെറ്റാണ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് ഒബ്ലിക് നീൽ റേസ് ആണ്. അത് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നാളെ കാണാം. ബൈ.